എറണാകുളം മലയിടം തുരുത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരായ പ്രതിഷേധത്തിൽ 50ഓളം പേർക്കെതിരെ കേസ്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണ് നടപടി. അതേസമയം അഭിഭാഷക കമ്മീഷൻ ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. വിവരങ്ങളുമായി ലാൽ കൃഷ്ണ മലയിടം തുരുത്തിൽ ചേരുന്നു. ലാൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ UDF സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഒരുപക്ഷെ CPM ഏറ്റെടുക്കാൻ പോകുന്ന ആദ്യ പ്രതിഷേധ സമരം എന്ന നിലയ്ക്കൊക്കെ മലയിടം തുരുത്ത് സമരം പ്രസക്തമാണ്. എന്താണ് ഇന്ന് പ്രതീക്ഷിക്കാനുള്ളത്? കേസെടുത്തത് ആർക്കെതിരെയാണ് ലാൽ? ഹാഷ്മി പറഞ്ഞ പോലെ ഈ CPM ഈ സമരത്തെ വലിയ രീതിയിൽ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നലെ നടന്ന സംഭവവികാസങ്ങൾക്ക് ഒടുവിൽ ഇന്ന് P. രാജീവ് നേരിട്ട് ഇവിടെ എത്തി പ്രതിഷേധം അറിയിക്കാൻ അടക്കമുള്ള കാര്യങ്ങളെ പോകുന്നുണ്ട്. നമ്മളിപ്പോഴും മലയിടം തുരുത്തിൽ ഇന്നലെ പോലീസിന്റെ ഒരു എന്താ പറയുക, പോലീസ് അഴിഞ്ഞാടിയ മേഖലയിൽ തന്നെയാണ് നിൽക്കുന്നത്. 50ലേറെ പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല അഭിഭാഷക കമ്മീഷൻ ഇന്നത്തെ റിപ്പോർട്ട് പ്രാഥമിക നടപടികൾ എടുത്തു തുടങ്ങി എന്ന കാര്യം അറിയിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ആവശ്യമാണ് എന്നൊരു കാര്യം കൂടി അഭിഭാഷക കമ്മീഷൻ കോടതിയെ ധരിപ്പിക്കും. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 58 വർഷത്തിലേറെയായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പോലീസ് നിങ്ങൾക്കെതിരെ കേസെടുത്ത് അറിഞ്ഞിരുന്നു. അപ്പോൾ 50 പേർക്ക് കേസുണ്ടെന്ന് പറയുന്നത് കേട്ടു. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ സാധാരണ ഉണ്ടാവാറുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്നോടൊപ്പം ഉള്ളത് ഈ പ്രദേശത്ത് താമസിക്കുന്ന ഈ പറഞ്ഞ പ്രശ്നബാധിതനായ അല്ലെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരുന്ന മനോജ് എന്ന് പറയുന്ന വ്യക്തി കൂടിയാണ്. ഇദ്ദേഹവും ഇന്നലെ സമരരംഗത്ത് മുൻപിലുണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. ഇന്നലെ അദ്ദേഹം മണ്ണെണ്ണ ഒഴിച്ച് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒഴിഞ്ഞു പോകേണ്ടി വന്നാൽ ഇവിടെ നിന്ന് ജീവൻ കളയാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ ഇവിടെ വരുന്നു, നിങ്ങൾ തടയുന്നു, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, അഭിഭാഷക കമ്മീഷൻ തിരിച്ചു പോകുന്നതാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ 15ാം തവണ അഭിഭാഷക കമ്മീഷന് വേണ്ടിയിട്ട് പോലീസ് നിങ്ങളെ കയ്യേറ്റം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കയ്യേറ്റ ശ്രമം നടത്തിയത്. ഇത്ര നാളും വരുന്നു തടഞ്ഞു പോകുന്നതല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ചെന്ന് വെച്ചാൽ ഭരണം മാറിയപ്പോഴൊക്കെ പ്രതീക്ഷിച്ചു, ചിലതായ പ്രതീക്ഷ. ഇന്നലെ ശരിക്കും ഒരു അക്രമം തന്നെയാണ് ചെയ്തത്. കാരണം പ്രായമായവർ എൻ്റെ അച്ഛനൊക്കെ ഒരു ചവിട്ടി താഴ്ത്തിട്ടു. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റാണ് മെഡിക്കൽ കോളേജിൽ. പിന്നെ പിള്ളേർക്ക് പിന്നെ അമ്മയ്ക്കൊക്കെ നന്നായിട്ട് തല്ല് കിട്ടി. ഇതിന് മുമ്പ് നിങ്ങളുടെ പേരിൽ പല കേസുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു 50 പേർക്കെതിരെയൊക്കെ ഒറ്റടി കേസ് എടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അത്ര പേർക്ക് കേസ് വന്നത്. ഭയമുണ്ടോ? സ്വാഭാവികമായിട്ടും ഇതുവരെ ഉണ്ടാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയമൊന്നുമില്ല. കാരണം നമ്മൾ ജനിച്ചു വളർന്ന മണ്ണാണ്. നമ്മൾ ഇവിടുന്ന് വിട്ട് എങ്ങും പോകുന്നില്ല. ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണ് ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഇത് വേണം. കാരണം എനിക്ക് 38 വയസ്സായി. ഈ വീട് വെച്ചിട്ട് 45 വർഷമായി. അത്ര നാളില്ലാത്ത ഇതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം നീക്കങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല? ഇത്തരം പ്രതീക്ഷിച്ചില്ല. കാരണം ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും പോയ സർക്കാരിന്റെ കാലത്ത് ഒരുപക്ഷെ LDF അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റ് നിലയിലേക്ക് പോകാനുള്ള കാരണമായ 2 വകുപ്പുകളിൽ ഒന്ന് ആഭ്യന്തര വകുപ്പാണ്, മറ്റേ ആരോഗ്യ വകുപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. ആഭ്യന്തര വകുപ്പിൽ പോലീസ് നടപടി, പാവങ്ങളെ പിടിച്ചുകൊണ്ട് ഇടിക്കൽ ഒക്കെ ആ സർക്കാരിനെ പ്രതിച്ച എത്രത്തോളം നിന്ദ്യമാക്കി എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് പോലീസ് എന്ന് പറയുന്നത് പ്രത്യേക സംവിധാനമാണ്. അതിനെ ആ രീതിയിൽ നോക്കിയാൽ ഭരിക്കുന്നവർക്ക് കൊള്ളാം, നാടിനും കൊള്ളാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.